നമസ്കാരം. ഏറെ പ്രതിസന്ധികളെ തുടർന്ന് നീട്ടിവെച്ച ആക്സിയം 4 ദൗത്യ വിക്ഷേപണം ഇന്ന് നടക്കും. 6 തവണ മാറ്റിവെച്ച ദൗത്യമാണ് ഇന്ന് നടക്കുന്നത്. ആക്സിയം 4 ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 12:01 നടക്കുമെന്ന് നാസ അറിയിച്ചു. ഈ ദൗത്യത്തിലൂടെ ചരിത്രം കുറിക്കാനൊരുങ്ങിയാണ് ഇന്ത്യക്കാരനായ ശുഭാൻശു ശുക്ല. കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ഡ്രാഗൺ പേടകത്തിലാണ് യാത്ര. 14 ദിവസത്തെ ദൗത്യമാണ് ആക്സിയം ലക്ഷ്യമിടുന്നത്. ശുഭാൻശു ശുക്ലയ്ക്ക് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗ്യു വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാർസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാബു എന്നിവരടങ്ങുന്നതാണ് ദൗത്യസംഘം. ഈ സംഘം 14 ദിവസം പരീക്ഷണ നിരീക്ഷണങ്ങളുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയും. നാസ, ഇസ്രോ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയുടെ സഹകരണത്തോടെ മനുഷ്യരെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്ന ദൗത്യമാണ് ആക്സിയം 4. അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ആക്സിയം സ്പേസ് ആണ് ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ISROയും ആക്സിയവും നാസയും സ്പേസ് എക്സും തമ്മിലുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് യാത്ര. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യൻ പൗരനാണ് ശുഭാൻശു. 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഭാരതീയൻ ബഹിരാകാശത്തേക്ക് പോകുന്നത്. ദൗത്യം വിജയിച്ചാൽ ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ, ബഹിരാകാശ നിലയം തൊടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്നീ ബഹുമതികളാണ് ശുഭാൻശു ശുക്ലയെ കാത്തിരിക്കുന്നത്.